ഹായ് ഫ്രണ്ട്സ്, സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും വിജയം നേടിയെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതികൾ എന്ന് പറയുന്നത്. എങ്ങനെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യാം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന 4 കാര്യങ്ങളിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണ് ആ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ശീലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 മണിക്കൂർ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ ഒരു 10 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡിനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. അതല്ല എങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യാം, ഇമാജിനേഷൻ. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ നിങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് അഫർമേഷൻ കൂടി ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ തിരഞ്ഞെടുത്തതിന് ശേഷം 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ 10 മിനിറ്റ് നിങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത 10 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനൊരു കത്തെഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു കത്തെഴുതുക. അതക്കമിട്ട് നമുക്ക് ഓരോന്ന് എഴുതാവുന്നതാണ്. ഒരു 15 കാര്യങ്ങളെങ്കിലും നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എഴുതുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുവാനായിട്ട് നമുക്ക് എഴുത്തിലൂടെ കഴിയും. എങ്ങനെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ദാനമായി നൽകിയതിന് നന്ദി, ഇങ്ങനെ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് നല്ല ശാരീരിക ശക്തിയുണ്ട്, മാനസിക ശക്തിയുണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നന്ദി അർപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടി എനിക്ക് ദാനമായി നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ യൂസ്ഫുൾ ആക്കി കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത 10 മിനിറ്റ് ഏതെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിത കഥകളൊക്കെ നമുക്ക് വിപണികളിൽ നിന്നും ലഭ്യമാണ് പുസ്തകങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് രാവിലെ തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ഇനി പുസ്തകങ്ങളില്ല എങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ബൈബിളോ ഖുറാനോ രാമായണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു 10 പേജെങ്കിലും എടുത്ത് വായിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ആ എഴുത്തുകാരൻ്റെ ഭാവനയോളം നമ്മൾ വളരുന്നു എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ് സെറ്റിനോളം നമ്മുടെ മൈൻഡ് സെറ്റ് വൈബ്രേഷൻ നമുക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിന് നന്മയും സമാധാനവും കുളിർമയൊക്കെ നൽകുന്ന വചനങ്ങൾ, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന വചനങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് ഒരു 5 മുതൽ 10 പേജ് വരെയെങ്കിലും നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 30 മിനിറ്റ് രാവിലെ തന്നെ നമ്മൾ നമ്മുടേതാക്കി കഴിഞ്ഞു. അടുത്ത 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നല്ല ശാരീരിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നല്ല ആരോഗ്യം നമുക്ക് അനിവാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പഴയ ഊർജ്ജം, നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമൊക്കെ നമുക്ക് പുറത്തേക്ക് കളയുവാനും നല്ല പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും വ്യായാമം അനിവാര്യമാണ്. എന്തെങ്കിലും അസുഖങ്ങൾ വന്നതിന് ശേഷം, അനാരോഗ്യം നമ്മളെ ബാധിച്ചതിന് ശേഷം നമ്മൾ എക്സസൈസിനും വ്യായാമത്തിനും വേണ്ടിയിട്ട് സമയം കളയാതെ ഇപ്പോഴേ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള വ്യായാമ മുറകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ നമ്മുടേതാക്കി കഴിഞ്ഞു. ഇങ്ങനെ ഒരു 45 മിനിറ്റ് രാവിലെ തന്നെ നമ്മൾ നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ ഒരു വിജയിയായി മാറുന്നത്
കാണുവാൻ കഴിയും. എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും മനസ്സിലും വന്നു നിറയുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർക്കട്ടെ. കഴിയുമെങ്കിൽ രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. 5 മണി മുതൽ 6 മണി വരെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ദിവസം നമ്മുടേതാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.